പ്രധാനമായും മലയാളികളുടെ തീരാനോവാണ് ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ. ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വരികയും മനാഫ് അതിന് മറുപടി പറയുകയും ചെയ്തതോടെ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സമൂഹമാധ്യമങ്ങളിലടക്കം ചേരിതിരിഞ്ഞ് വിഷയത്തിൽ വാക്പോര് തുടരുകയാണ്. അതിനിടെ മനാഫിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. മനാഫ് ഇന്നലെ ഇതുവരെ ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അതിനു മുൻപ് അർജുന്റെ കുടുംബം മനാഫിനെതിരെ രംഗത്ത് വന്ന പ്രതികരണം. ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഈ പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോറി ഉടമയല്ല തന്നത്, അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു. 2000 രൂപയാണ് തന്നത്. ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, വലിയ തോതിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗമായി തിരിച്ചുള്ള ആക്രമണമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തികച്ചും ഒരു കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നം പോലെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇരു വിഭാഗവും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും കൂടുതൽ വിശദീകരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇനി വരുന്നതിനും സാധ്യതകളുണ്ട്. കാരണം രണ്ടു പക്ഷവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ കേരളം മുഴുവൻ ഒന്നിച്ച് അണിനിരുന്ന ഒരു രക്ഷാപ്രവർത്തനം, ഒരു തെരച്ചിൽ, അതിനൊടുവിൽ അർജുന്റെ ഭൗതിക ശരീരം എത്തിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ കുടുംബത്തിന് ഒരു വികാരം, ഈ മനാഫ് കൂടുതലായി ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു, അനധികൃതമായി പിരിവ് നടത്തുന്നു, യൂട്യൂബ് ചാനലിൽ വഴി അല്ലെങ്കിൽ സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയും മറ്റു യൂട്യൂബ് ചാനലുകളിലും വഴിയും നടത്തുന്ന പുതിയ കാര്യങ്ങൾ, പരാമർശങ്ങൾ എന്നിവയൊക്കെ കുടുംബത്തിന് വലിയ മാനസിക വ്യഥയിലേക്ക് തള്ളിവിടുന്നു എന്നതാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു വിമർശനം. കാരണം പലയിടങ്ങളിൽ നിന്നും അവർക്ക് സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുക്കുന്നു, വീഡിയോകൾ അയച്ചു കൊടുക്കുന്നു. അവർക്ക് കുടുംബത്തിലെ എല്ലാവർക്കും ഒരു നാണക്കേടിലേക്ക് നീങ്ങുന്ന, അല്ലെങ്കിൽ അർജുന്റെ ഈ നിലവിലെ അവസ്ഥ, അല്ലെങ്കിൽ അർജുന്റെ കാര്യം മുതലെടുത്ത് അവർ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടോ എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ വരുന്നു. അത് അങ്ങേയറ്റം കുടുംബത്തിന് വലിയ മാനസിക വ്യഥ നൽകുന്നു എന്നാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ കുടുംബം പറഞ്ഞത്. ഒപ്പം തെരച്ചിലുമായി ബന്ധപ്പെട്ടൊക്കെയും ചില പ്രശ്നങ്ങളുണ്ടായി, ഡ്രഡ്ജിംഗ് സമയത്ത് ചില തർക്കങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഇത് ആദ്യഘട്ടം മുതൽ ഈ ഭൗതിക ശരീരം അല്ലെങ്കിൽ മൃതദേഹം കണ്ടുകിട്ടുന്നത് വരെയുള്ള ഒരു വലിയ സങ്കീർണമായ സമയമായിരുന്നു. ആ സമയത്ത് പലപ്പോഴും ഈ സ്ട്രാറ്റജികൾ, തെരച്ചിൽ രീതികൾ ഒക്കെ പലപ്പോഴും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ ന്യായമായും പരസ്പരം അഭിപ്രായ ഭിന്നതകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നമ്മുടെ പ്രതിനിധി KV ബൈജു അടക്കം പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് കൂട്ടിക്കിഴിക്കലുകളും തർക്കങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തിയ ശേഷമാണ് ഈ അർജുന്റെ മൃതദേഹം കണ്ടെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഇരുപക്ഷത്തും ഉണ്ടാകുന്ന ഈ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. പൊതുസമൂഹത്തിനിടയ്ക്ക് വലിയ ചർച്ചകൾ വരികയാണ്. ഒരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെട്ട് കാര്യത്തെ കുറിച്ചുള്ള അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കാനുള്ള നടപടികൾ ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും കരണീയമായ മാർഗവും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിവാദത്തിൽ പക്ഷം പിടിക്കാതെ എന്താണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിഞ്ഞു വേണം ഓരോരുത്തരും പ്രതികരിക്കാൻ എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്കറിയാം അർജുൻ എത്രത്തോളം വലിയ നോവായിരുന്നു. നമുക്ക് അർജുനെ തിരിച്ച് കൊണ്ടുവരാനായി എത്രത്തോളം പരിശ്രമിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും, എത്ര മനസ്സുരുകി പ്രാർത്ഥിച്ചവരാണ്. അതിനുശേഷമാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്.